ഉമ്മയുടെയും 2 പെൺമക്കളുടെയും പേരിലാണ് സ്വത്ത്. ഉപ്പയെ ഒഴിവാക്കിയതാണ്. മക്കളുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത മകൾ അവളുടെ 2ാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയി. അപ്പോൾ അവളുടെ സ്വത്തിന് ആർക്കൊക്കെ അവകാശമുണ്ടാവും? അവളുടെ ഉപ്പാക്ക് ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് ഓഹരി വെക്കും മുമ്പേ ഉപ്പ മരിച്ചാൽ ഉപ്പാക്കുള്ള അവകാശം വേറെ ആർക്കെങ്കിലും പോകുമോ എന്നൊക്കെയാണ് ചോദ്യം. അതിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ അനന്തരാവകാശം എന്ന് പറയുന്ന രീതി ആരംഭിക്കുന്നത് ഒരാളുടെ മരണത്തോടു കൂടിയാണ്. അനന്തരം എന്ന പദത്തിൽ തന്നെ. അതെ, അഥവാ ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രക്തബന്ധം, 2ാമത്തത് കെട്ടുബന്ധം, 3ാമത്തെ അടിമമോചനത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ബന്ധം. ഇന്ന് ലോകത്ത് ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അത് തൽക്കാലം നമ്മൾ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ കുടുംബബന്ധമെന്ന് പറയുമ്പോൾ മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി, സഹോദരൻ്റെ ആൺമക്കൾ, അപ്പോൾ തന്നെ പിതാവിൻ്റെ പിതാവ് എന്നിങ്ങനെ തുടങ്ങി മാതാവിൻ്റെ മാതാവ് എന്ന് തുടങ്ങി ആൺമക്കളുടെ മക്കൾ, പെൺമക്കൾ എന്നിങ്ങനെ കൃത്യമായിട്ട് ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കി ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കെട്ടുബന്ധം എന്നത് ഇസ്ലാം അംഗീകരിച്ച രൂപത്തിൽ വിവാഹം നടന്ന രൂപത്തിലുള്ള ബന്ധങ്ങൾക്കാണ് കെട്ടുബന്ധം. അവിടെ ഭാര്യയും ഭർത്താവ് ഭാര്യ എന്നുള്ള നിലക്കൊക്കെയാണ് ഉണ്ടാവുക, സ്വത്തുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് പ്രകാരം ഇപ്പോൾ ഭർത്താവിനെ ആദ്യം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വത്തുള്ളത് ഉമ്മയുടേതാണ്, അതല്ലെങ്കിൽ ഈ 2 പെൺമക്കളുടെ ഉമ്മയുടെ സ്വത്താണ്. ആ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഉമ്മയുടെ 2 പെൺമക്കളിൽ ഒരാൾ മരിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ആ മകൾക്ക് അവകാശമില്ല. കാരണം മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അവകാശമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നതായി അറിയുന്നത് ഒന്ന്, അവിടെ മക്കളുണ്ട് എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് മക്കളെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. 2ാമത്തത് ബാപ്പയുണ്ടെങ്കിൽ ബാപ്പയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ബാപ്പയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് താൻ. അങ്ങനെയാണെങ്കിൽ ബാപ്പയ്ക്ക് എന്തായിരുന്നാലും 6/1 അവകാശമുണ്ട്. പിതാവ് എന്നുള്ള നിലക്ക്, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടോ ഒന്നിച്ച് ജീവിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടോ ഡൈവേഴ്സ് ആയിട്ടുണ്ടാകാം. പക്ഷേ ആ ഡൈവേഴ്സിലൂടെ സംഭവിക്കുന്ന ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള മുറിവ് മാത്രമാണ്. അതേസമയത്ത് ഉമ്മയും ഉപ്പയും മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിതാവ് എന്നുള്ള നിലക്ക് 6/1 അവകാശം അവരുടെ ബാപ്പയ്ക്കുണ്ട്. അതേപോലെ തന്നെ 6/1 അവകാശം ഉമ്മക്കുണ്ട്. ഇവിടെ ആൺപെണ്ണ് വ്യത്യാസമൊന്നുമില്ല. ബാപ്പ ആണായി എന്നുള്ളതുകൊണ്ട് ബാപ്പയ്ക്ക് ഉമ്മൻ്റെ ഇരട്ടി കൊടുക്കണമെന്നൊന്നും ഇസ്ലാം അവിടെ പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ആണും പെണ്ണും തുല്യമായി ഒരേപോലെ അനന്തരെടുക്കുന്ന ഘട്ടത്തിൽപ്പെട്ട ഒരു ഘട്ടം കൂടിയാണിത്. അതായത് ഉമ്മക്ക് 6/1 അവകാശം ഉണ്ടാവും, ഉപ്പയ്ക്ക് 6/1 അവകാശമുണ്ട്. പിന്നീട് ഇവരുടെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിന് ഈ പെൺകുട്ടിക്ക് മക്കളുണ്ട് എന്നാണ് പറഞ്ഞത്, ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഭർത്താവിന് ഈ പെണ്ണിൻ്റെ സ്വത്തിൻ്റെ 4/1 അവകാശം ഉണ്ടാവും. അത് കഴിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ, 2ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ 2ഉം ആണാകാം, 2ഉം പെണ്ണാകാം, 1 ആണാകാം, 1 പെണ്ണാകാം. അപ്പോൾ ആണും പെണ്ണും അതല്ലെങ്കിൽ 2ഉം ആണോ ആണെങ്കിൽ ആ സ്വത്ത് മൊത്തം ആ കുട്ടികൾക്കുള്ളതാണ്. അതേ സമയത്ത് ഒരു പെൺകുട്ടിയാണുള്ളതെന്ന് വിചാരിക്കുക. എന്നാൽ ആ പെൺകുട്ടിക്ക് സ്വത്തിൻ്റെ പകുതിയുണ്ട്, ഉമ്മയുടെ സ്വത്തിൻ്റെ. 2 പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3/2 അവകാശമുണ്ട്. എന്തെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഈ പിതാവിൻ്റെ സ്വത്തിലേക്കാണ് അത് മടങ്ങുക. പിതാവിൻ്റെ സ്വത്ത്, അഥവാ പിതാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ച വ്യക്തിയുടെ പിതാവിലേക്കാണത് മടങ്ങുക. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്തൊരു ചോദ്യം അതിൽ വന്നത്, ആ പിതാവിന് മരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, മറ്റാർക്കെങ്കിലും സ്വത്ത് കിട്ടുമെന്നാണ് അടുത്തതിൽ അടുത്തൊരു ചോദ്യം. ഇദ്ദേഹത്തിലോട് ഇനി ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വത്ത് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് പിതാവ് ജീവിച്ചിരിപ്പുണ്ടാവണം. അതിന് ശേഷമായിരിക്കണം ഈ പിതാവ് മരിക്കേണ്ടത്. എങ്കിൽ ഈ പിതാവിന് ഈ പെൺകുട്ടിയുടെ സ്വത്തിൽ നിന്നും അവകാശമുണ്ടായിരുന്ന 6/1 ഈ 6/1 ആ പിതാവിൻ്റെ അനന്തരാവകാശികളായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ പോകും. അവിടെ പുതിയ ഭാര്യയ്ക്കുണ്ടാകാം, ആ ഭാര്യയിലുണ്ടായ മക്കൾക്കുണ്ടാകാം. ആ ഭാര്യയിലുണ്ടായ മക്കൾ എന്നുള്ള നിലക്കല്ല, അത് ഈ പിതാവിൻ്റെ മക്കൾ തന്നെയാണ്. മക്കളെന്നുള്ള നിലക്ക് നോക്കുമ്പോൾ ഈ മരിച്ച പെൺകുട്ടിയും അതേപോലെ തന്നെ ആ പിതാവിന് മറ്റൊരു ഭാര്യയിലുണ്ടായ കുട്ടിയും ഒരേ ബാപ്പയുടെ മക്കളാണ്. ഉമ്മമാർ മാത്രമാണ് വ്യത്യാസമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സ്വത്ത് എന്നുള്ള നിലക്കുള്ള സ്വത്ത് ഈ മക്കൾക്ക് ലഭിക്കുന്ന
കൂട്ടത്തിൽ ഈ മകളിൽ നിന്ന് ലഭിച്ച 6/1 നിന്നുള്ള ഓഹരി കൂടി ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്, എത്ര ആളുകളുണ്ടവർ, അതിലാണത്രയാണ്, ആരാണ് മരിച്ചത് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞാൽ നമുക്കത് കൃത്യമായി തന്നെ അത് വിഹിതം എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കും.